മുഹമ്മദ് യൂനിസിന്റെ ഇടക്കാല സർക്കാരിനെതിരെ തെരുവിലിറങ്ങി ജനങ്ങൾ. ബംഗ്ലാദേശിലെ ചിറ്റഗോങ് ഡിവിഷനിലെ ഘഗ്രഛാരി മേഖലയിലാണ് കലാപം പൊട്ടിപ്പുറപ്പെട്ടത്. വനവാസി പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്തതുമായി ബന്ധപ്പെട്ട സംഭവമാണ് കലാപത്തിലേക്ക് നയിച്ചത്. കലാപത്തിൽ 3 പേർ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. വിവരങ്ങളുമായി ശ്രീകാന്ത് ചേരുന്നുണ്ട്. ശ്രീകാന്ത്, ഇപ്പോൾ നമ്മൾ പാക് അധിനിവേശ ജമ്മു കാശ്മീരിലെ വിവരങ്ങളാണ് പങ്കുവച്ചത്. തൊട്ടയൽ രാജ്യമായ ബംഗ്ലാദേശിലെ സ്ഥിതിഗതികൾ അനുദിനം വഷളായിക്കൊണ്ടിരിക്കുന്നതിന്റെ വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. ശ്രീകാന്ത്. നീലിമ, അവിടെ ജനാധിപത്യപരമായി തെരഞ്ഞെടുത്ത ഒരു സർക്കാർ ഉണ്ടായിരുന്നു, ഷെയ്ഖ് ഹസീന സർക്കാർ. ആ സർക്കാരിനെ ജിഹാദി കലാപത്തിലൂടെ അട്ടിമറിച്ചാണ് ഇപ്പോഴത്തെ മുഹമ്മദ് യൂനിസ് ഇടക്കാല സർക്കാർ രംഗത്ത് വന്നത്. പക്ഷെ ആ നിമിഷം മുതൽ അവിടുത്തെ ജിഹാദി ഭരണകൂടവും അതോടൊപ്പം മതമൗലികവാദികളും ചേർന്ന് അവിടുത്തെ ന്യൂനപക്ഷ വിഭാഗങ്ങളെയും പട്ടികവർഗ വിഭാഗങ്ങളെയും വേട്ടയാടുന്ന രീതിയാണ് പിന്തുടർന്നു പോകുന്നത്. ഇതിനെതിരെ പ്രക്ഷോഭം ആദ്യ സമയം മുതൽ തന്നെ ശക്തമായിരുന്നു. എന്നാൽ ഇതിപ്പോൾ കൈവിട്ടു പോയിരിക്കുന്നു. ചിറ്റഗോങ് മേഖലയിലാണ് മുഹമ്മദ് യൂനിസ് ഇടക്കാല സർക്കാരിനെതിരെ ജനങ്ങൾ തെരുവിലിറങ്ങിയത്. ഘഗ്രഛാരി മേഖലയിലാണ് നിലവിൽ കലാപം പൊട്ടിപ്പുറപ്പെട്ടിട്ടുള്ളത്. പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്തതുമായി ബന്ധപ്പെട്ട സംഭവമാണ് കലാപത്തിലേക്ക് വഴുതി വീണത്. അതൊരു അവിടുത്തെ ബംഗ്ലാദേശി മുസ്ലിം മതവിഭാഗത്തിൽപ്പെട്ട ഒരാളാണ് അതിന് പിന്നിൽ എന്നിപ്പോൾ ഏറെക്കുറെ വ്യക്തമായി വരികയും ചെയ്യുന്നുണ്ട്. അത് വലിയ പൊട്ടിത്തെറിയിലേക്ക് നീങ്ങിയിട്ടുമുണ്ട്. കലാപത്തിൽ 3 പേർ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. മേഖലയിലെ പട്ടികവർഗ വിഭാഗവും മുസ്ലിം കയ്യേറ്റക്കാരും തമ്മിൽ വലിയ സംഘർഷം ഇപ്പോഴും നിലനിൽക്കുകയാണ്. ദുർഗാപൂജ സമയത്ത് നടന്ന സംഭവത്തിന് പിന്നിൽ ഇന്ത്യക്കും ഷെയ്ഖ് ഹസീനയ്ക്കും പങ്കുണ്ടെന്ന് ബംഗ്ലാദേശ് ആരോപിക്കുന്നു. പക്ഷെ ബംഗ്ലാദേശിന്റെ ആരോപണം ഇന്ത്യ തള്ളിയിട്ടുണ്ട്. അവിടുത്തെ സർക്കാരിനെതിരെ അവിടുത്തെ പട്ടികവർഗ ഹിന്ദു വിഭാഗം തെരുവിലിറങ്ങുന്നതിന് പിന്നിൽ ഇന്ത്യക്ക് യാതൊരുവിധ ബന്ധവുമില്ല എന്ന് ഇന്ത്യ നിലപാട് അറിയിച്ചിട്ടുണ്ട്. മുഹമ്മദ് യൂനിസ് സർക്കാരിനെതിരെ തെരുവിലിറങ്ങിയിരിക്കുകയാണ് ജനങ്ങൾ. ശ്രീകാന്താണ് ഈ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.